മഴക്കാല ആരംഭിച്ചതോടെ തന്നെ പനിയുടെ ഒരു കേസുകളിൽ വൻതോതിലൊരു വർധനവ് വന്നിട്ടുണ്ട്. എല്ലാതരം പനിയും, വൈറൽ ഫീവേഴ്സിൻ്റെ ഇതുണ്ട്, ഇൻഫ്ലുവൻസ കേസസ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഡെങ്കിപ്പനിയും മറ്റു തര രോഗങ്ങളിലെല്ലാം ഒരു വ്യാപനം കാണുന്നുണ്ട്. എല്ലാ മഴക്കാലത്തിലും ഉണ്ടാകുന്ന പോലെ നമ്മളൊരു രോഗവ്യാപനം കൂടുന്നൊരു സമയമാണ്. ഒരു മെയ് ജൂൺ മാസങ്ങളിലൊക്കെ ആരംഭിക്കുന്ന തരത്തിലുള്ള നമ്പർ ഓഫ് കേസസിന്റെ എണ്ണം വർധനവ് താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ചോളം വലിയൊരു വർധനവ് OP കേസസിൽ വന്നിട്ടുണ്ട്. ഈവൻ അഡ്മിറ്റ് ആവുന്ന കേസിൽ തന്നെ കൂടുതലും പനി കേസുകളും അതുപോലെ വയറിളക്ക രോഗങ്ങൾ ഒക്കെ ഒരു വർധനവ് വരുന്നുണ്ട്. സംസ്ഥാനത്തിൽ ഒട്ടാകെ കാണുന്ന രീതിയിലുള്ളൊരു സ്വഭാവമാണ് ഇപ്പോൾ ഈ ഒരു പ്രദേശത്തിലും കാണുന്നത്. ഇതിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു പൊതുജനാരോഗ്യം എന്നുള്ള രീതിയിൽ തന്നെ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ഡെങ്കിപ്പനിയുടെ ഒരു വർധനവ് പ്രത്യേകിച്ച് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡെങ്കു കേസസ് ഇപ്പം മണ്ണാർക്കാട് താലൂക്കും അതുപോലെ മുനിസിപ്പാലിറ്റിയുടെ സമീപ പ്രദേശങ്ങളിലുമാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രത്യേകമായിട്ട് നമ്മുടെ ആരോഗ്യ ടീമായിട്ടുള്ള നടത്തിയ ആക്ടിവിറ്റീസിലെല്ലാം കണ്ടെത്തിയെന്ന് വെച്ചാൽ വീടും പരിസരങ്ങളിലുള്ള സാധാരണ കാണുന്ന വെള്ളം കെട്ടി നിൽക്കുന്നതിന് തരത്തിലുള്ള സാധാരണ കാണുന്ന ഒരു വേസ്റ്റ് കളക്ഷൻസ് എല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചെങ്കിലും പക്ഷെ വീടുകളുടെ അകത്ത് വരെ ഇപ്പം വളരെ സിമ്പിളായിട്ട് കണ്ടുവരുന്ന ചെടിച്ചട്ടികൾ, ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ ആ ചെടിച്ചട്ടികൾ വയ്ക്കുമ്പം ചെടിച്ചട്ടികളുടെ അടിയിൽ വെക്കുന്ന പ്ലേറ്റിനകത്തുള്ള വാട്ടർ കളക്ഷൻ അതെല്ലാം മഴയുടെ മാത്രമല്ല മഴയ്ക്ക് മുമ്പേ ഉണ്ടാകുന്ന ഒരു രീതി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡെങ്കു കേസുകൾ മണ്ണാർക്കാട് ഭാഗത്തെല്ലാം ശരിക്കും പറഞ്ഞാൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ തന്നെ കേസുകൾ കൂടി വരുന്നുണ്ടായിരുന്നു. അതിപ്പോൾ ഡബിൾ ചെയ്ത ഒരു ലെവലിലേക്കാണ് ഇപ്പോൾ കാണുന്നത്. കാര്യം ഇപ്പം പുറത്തുള്ള വേസ്റ്റുകളിലും വെള്ളം കെട്ടി നിൽക്കുകയും കൊതുക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ആഴ്ചയിൽ ഒരു ദിവസം ഡ്രൈ ഡേ, അതായത് സ്വന്തം വീടും പരിസരവും അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ഏരിയാസ് എല്ലാ ഭാഗത്തും ഒരു ഡ്രൈ ഡേ, അതായത് ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം 1 മണിക്കൂർ സ്വന്തം വീടും പരിസരം അകത്തും പുറത്തും ഒക്കെ ഇത്തരം വെള്ളം കെട്ടി നിൽക്കുന്നുള്ള സാഹചര്യം, കൂത്താടി ഉണ്ടാകാനുള്ള സാഹചര്യത്തിലുള്ള ഒരു കാര്യങ്ങൾ ഒഴിവാക്കാനുള്ളൊരു ശ്രമം എല്ലാവരും കൂട്ടായൊരു ശ്രമം നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഇത് വലിയൊരു വിപത്തിലേക്ക്, കാര്യം ഇതിപ്പോൾ ഡെങ്കു ഔട്ട്ബ്രേക്ക് എന്നുള്ളൊരു സ്ഥിതിഗതിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു വലിയൊരു ആപത്തിലേക്ക് ഇപ്പം നിലവിൽ ഇതുവരെയും നമുക്ക് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി ഏരിയ മറ്റു കാര്യങ്ങൾ കേസിന്റെ വർധനവ് വന്നെങ്കിലും ഡെത്തായിട്ട് ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷെ അതുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ ഇനി പനി, സാധാരണയുള്ള വൈറൽ പനി, ജലദോഷം, പനിയൊക്കെ ഈ ഒരു കാലാവസ്ഥയിൽ സാധാരണ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഈ ഇൻഫ്ലുവൻസ, H1N1 ഇതെല്ലാം വ്യാപിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങളുള്ള കുട്ടികളായാലും മുതിർന്നവരായാലും ആ ദിവസങ്ങളിൽ മാസ്ക് ഉപയോഗിക്കുക. ഇപ്പോൾ ചെറിയ ജലദോഷം, പനിയോ അങ്ങനത്തെ ലക്ഷണങ്ങൾ കാണുമ്പോൾ മാസ്ക് ഉപയോഗിക്കുക, അകലം പാലിക്കുക, അതുപോലെ റെസ്റ്റ് എടുക്കുകയും ആവശ്യാനുസരണം ഇല്ലെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ തോന്നുന്ന പക്ഷം വൈദ്യസഹായം എന്തായാലും തേടേണ്ടതാണ്. ആശുപത്രികളിൽ വരുന്ന എല്ലാവരും മാസ്ക് ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാര്യം മറ്റ് രോഗങ്ങളായിട്ട് വരുന്ന ആൾക്കാരും അതുപോലെ പനിയായിട്ട് വരുന്ന ആൾക്കാരും സാധാരണ ഷുഗറിൻ്റെയോ പ്രഷറിൻ്റെയോ ചികിത്സ നേടുന്ന ആൾക്കാരിലും പ്രത്യേകിച്ച് പ്രായം ചെന്നവർക്ക് എല്ലാം എല്ലാവരും ഒരേപോലെ മാസ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു രോഗവ്യാപനം തടയാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പൊതുവായിട്ടൊരു ശ്രദ്ധ വേണം. അതുപോലെ തന്നെ ഒരു ഹൈജീൻ ഹാബിറ്റും അതുപോലെ ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങളിലും എല്ലാം ഒരു പ്രത്യേക രീതിയിൽ, പ്രത്യേകിച്ച് പണ്ട് കാലങ്ങളിൽ പറയും മഴക്കാലങ്ങളിലും അതുപോലെ കർക്കിടക മാസത്തിലൊക്കെ നമ്മൾ മലയാളികൾ പറയാറുണ്ട്, അതിനൊക്കെ ഉള്ള ഒരു പ്രത്യേക പഥ്യമൊക്കെ വെക്കുന്നുണ്ട്. അതിൽ സയന്റിഫിക് ആസ്പെക്ട് പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് അതിൽ ഒന്നുമില്ല എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് രീതിയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ആരോഗ്യ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും അതിന്റെ പരിപാലനത്തിന് ഒരു പ്രത്യേക ശ്രദ്ധ ഈ ഒരു കാലയളവിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പനി കാരണം കൊണ്ടും ഇല്ലെങ്കിൽ അസുഖം കാരണം കൊണ്ട് ജോലിയും സ്കൂളും ഇല്ലെങ്കിൽ കോളേജും മുടങ്ങി നിൽക്കുന്ന ആ ഒരു ലെവലിലേക്ക് പോകുന്ന രീതിയിലും സാമ്പത്തിക നഷ്ടം വരുന്ന രീതികളിലൊക്കെ കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നിലവിൽ സർക്കാർ ആശുപത്രിയിൽ, നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ പനിക്കുള്ള ചികിത്സയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. മരുന്നും മറ്റെല്ലാ ടെസ്റ്റുകളും കാര്യങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. പക്ഷേ രോഗവ്യാപനം വളരെയധികം കൂടുന്നതനുസരിച്ച് തന്നെ ഇവിടെ OPയുടെയും അതുപോലെ IP യുടെ കണക്കും വർധനവ് വരുന്നുണ്ട്. നിലവിൽ നമ്മളതെല്ലാം മാനേജ് ചെയ്യാനുള്ള രീതിയിൽ പര്യാപ്തമായി തുടരുന്നു.